ചെയ്യുന്നത്. 2 ദിവസമായിട്ട് ഉറക്കമില്ല. പ്രോജക്റ്റിൽ വരുമ്പോൾ ചോദിക്കാൻ ബാക്കി വെച്ചൊന്നിട്ട് ചോദിച്ചു. അല്ല, ഞാനൊന്ന് ഉദ്ഘാടനത്തിന് വന്നില്ല. ഉറങ്ങാതെ എന്തോ ഒരു കാര്യം ആലോചിച്ചില്ല. ഞാൻ ഉദ്ഘാടനത്തിന് വന്നില്ല. അല്ല, നമ്മള് ഉദ്ഘാടനത്തിന് കേട്ടതിനെക്കാട്ടിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പുതിയ പുതിയ മൈൽ സ്റ്റോൺ അല്ലേ ഉണ്ടായി അല്ലേ? ഇപ്പൊ എന്താണ് വിഴിഞ്ഞത്തിന്റെ അതിന്റെ ഒരു കൊമേഴ്ഷ്യൽ വയബിലിറ്റിയുടെ ലേറ്റസ്റ്റ് പൊസിഷൻ എന്താ? അതെ, ആദ്യം പറഞ്ഞ ഭാഗം സൂചിപ്പിച്ചിട്ട് കമേഴ്ഷ്യൽ വയബിലിറ്റിയിലേക്ക് വരാം. നമ്മൾ ശരിക്കും തുറമുഖം എന്നാണോ പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ കൺസെഷണറി അഗ്രിമെന്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ 2045 ഇതിന്റെ പൂർണ്ണ ശേഷി എന്നുള്ളത് വരിക. പക്ഷെ ഇപ്പം നമ്മൾ 2028 അതിനെ അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള ഒരു 3 വർഷ കാലയളവിൽ ശരിക്കും നമുക്ക് ഒരു 10,000 കോടി രൂപയുടെ നിക്ഷേപം വിഴിഞ്ഞം തുറമുഖത്തിന് ഉള്ളിൽ മാത്രം തന്നെ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി 217 കപ്പലുകൾ നമ്മുടെ തുറമുഖത്ത് നങ്കുരമിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒരു 4 ലക്ഷത്തിലേറെ TEU നമ്മള്, അതായത് 20 ഫുട്ട് ഇക്വലൻസ് എന്നുള്ളതാണ് അതിന്റെ യൂണിറ്റ്, ഒരു കണ്ടെയ്നറിന്റെ യൂണിറ്റ്. അപ്പൊ 4 ലക്ഷത്തിൽ കൂടുതൽ TEU ഓൾറെഡി നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സുഗമമായി. ഈ വർഷം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 10 ലക്ഷം TEUs ആണ്. അപ്പോൾ അത് നമുക്ക് ഇനി 2028 ആകുമ്പോൾ അതിന്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടിയായിട്ട് അത് മാറും. അപ്പോൾ അത്രയും കപ്പാസിറ്റി ഉണ്ടാവുക, അത്രയും ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും ഇവിടെയുള്ള നമുക്ക് സ്വാഭാവിക മുറയിൽ, നേരത്തെ ചോദിച്ചതുപോലെ സ്വാഭാവിക മുറയിലുള്ള കുറച്ച് സവിശേഷതകളുണ്ട്. ഒന്ന് നമ്മുടെ ലൊക്കേഷൻ തന്നെയാണ്. ഈ ഒരു ഭൂമിശാസ്ത്രപരമായി നമ്മൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. 2, ഈ പറയുന്ന സ്വാഭാവിക ആഴം. നമുക്ക് 18 മുതൽ 20 മീറ്റർ വരെയുള്ള ഡ്രാഫ്റ്റാണ് നമുക്കുള്ളത്. ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് വെറും ആഴമല്ല. ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കപ്പൽ, അതെ, കടലിന്റെ ആഴം, ഈ കപ്പൽ അതിന്റെ മുകളിൽ ഇത്രയും ഭാരവും കൂടി കൊണ്ടല്ലേ പോകുന്നത്. അപ്പൊ അത് മുങ്ങുമല്ലോ താഴേക്ക്. അപ്പൊ അത് മുങ്ങി കഴിയുമ്പോഴുള്ള ആഴത്തിനാണ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇത്രയും പടുകൂറ്റൻ കപ്പലുകൾ നമ്മൾ മദർഷിപ്പ് എന്ന് കേൾക്കുന്നു പറയുന്നത്, ശരിക്കും ഇത്രയും പടുകൂറ്റൻ കപ്പലുകൾ നമുക്കിപ്പോൾ ഏകദേശം 1/2 കിലോമീറ്റർ വരെ നീളമുള്ള കപ്പലുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 400 മീറ്റർ നീളമുള്ള കപ്പലുകൾ, അതിൽ കൂടുതൽ നീളമുള്ള കപ്പലുകൾ, അത്രയും വീതിയുള്ള കപ്പലുകൾ, നമുക്ക് ശരിക്കും 24,000 TEUs വരെ കണ്ടെയ്നറുകൾ കൊള്ളുന്ന കപ്പലുകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ഭാരം പേറിക്കൊണ്ട് വരുമ്പോൾ ഇത് ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പോയി ഇടിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ കപ്പലിന് വല്ലാത്ത പ്രയാസമാണ്. പിന്നെ അത് മാറ്റുക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇടിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്നുള്ള സ്ഥലങ്ങളിൽ ഈ വലിയ കപ്പലുകൾ ഇവർ കൊണ്ടുപോവില്ല. അപ്പൊ നമുക്ക് സുഗമമായിട്ട് ഇത്രയും നമുക്ക് ഡ്രാഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് വന്നിട്ട് സുഗമമായി നങ്കുരം ഇടാന്നുള്ളത് കൊണ്ടാണ് ഈ വലിയ കപ്പലുകളൊക്കെ നമ്മുടെ തുറമുഖം നോക്കി വരുന്നത്. 3, നമ്മൾ ഈ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇനിയും കാണാൻ പോകുന്ന നമ്മുടെ ഇത്രയും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ സേവനം മികവ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ഓട്ടോമേറ്റഡ് ആയിട്ട് ഈ പ്രക്രിയകളൊക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ളപ്പോൾ അത് കടലിൽ മാത്രമല്ല നമ്മുടെ തുറമുഖത്തിലായാലും ഒരു 0 എറർ മെത്തേഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സ്ഥലത്തേക്ക് പോവാം. ലൈവായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഒരിടത്ത് നിന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണുമ്പോഴേ ഇയാടെ 30 ദിവസം യാത്ര വഴി കുരുങ്ങിയോന്ന് വിചാരിക്കില്ല. ഇനി നമുക്ക് അടുത്തത് അങ്ങോട്ട് സെക്യൂരിറ്റി. അവിടെ ഒരു ലൗഞ്ച് ഉണ്ട്, നമുക്ക് അത് കണ്ടിട്ട് അങ്ങോട്ട് പോവാം. ഒരു രസകരമായിട്ടുള്ള സ്ഥലമാണ്, ഒരു കാഴ്ച ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാഴ്ച വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ നമുക്ക്? ഒരു വശത്ത് ഏറ്റവും ആധുനികമായിട്ടുള്ള നമ്മുടെ തുറമുഖം, നമ്മുടെ കണ്ടെയ്നറുകൾ, ഇത്രയും പടുകൂറ്റൻ ക്രെയിനുകളൊക്കെ നിൽക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ പള്ളിയുണ്ട്, ഇപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, നിങ്ങളിപ്പോൾ നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ബോട്ടുകളെല്ലാം അവിടെ കിടപ്പുണ്ട്. ബാക്കി നമ്മുടെ അടുത്ത നിർമ്മാണത്തിന്റെ അടുത്ത പ്രവൃത്തികൾക്കായിട്ടുള്ള യന്ത്രങ്ങളാണ് നടുക്ക് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നയനമനോഹരമായിട്ടുള്ള വർണ്ണാഭമായ കാഴ്ച എന്നൊക്കെ പറയുന്നത്. ആ ക്രെയിനുകളൊന്ന് കണ്ടാല് നമുക്ക് ശരിക്കും ഇപ്പോൾ 2 തരത്തിലുള്ള ക്രെയിനുകളാണ് നമുക്കിപ്പോൾ തുറമുഖത്തിലുള്ളത്. ഒന്ന് ഈ പടുകൂറ്റൻ ക്രെയിനുകളായിട്ടുള്ളവ ഷിപ്പ് ടു ഷോർ ക്രെയിൻ എന്ന് നമ്മൾ പറയും. അതായത് ഈ വരുന്ന വലിയ കപ്പലിൽ നിന്നും ഈ കണ്ടെയ്നർ എടുത്ത് ട്രക്കിൽ വെക്കുക എന്ന് പറയുന്നത്, അത് ആദ്യത്തെ പ്രവൃത്തി. രണ്ടാമത്തെ പ്രവൃത്തി ഈ ട്രക്കിലുള്ള കണ്ടെയ്നറിനെ എടുത്തുകൊണ്ട് യാർഡിൽ വെക്കുക എന്നുള്ളത്, അതിന് യാർഡ് ക്രെയിൻ എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും ശരിക്കും ഇപ്പൊ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യയുള്ള ക്രെയിനുകളാണ്. സാധാരണ നമ്മൾ ക്രെയിൻ എന്ന് പറയുമ്പോൾ ക്രെയിൻ ഓപ്പറേറ്റർ ഇങ്ങനെ അതിന്റെ മുകളിൽ കയറി ഇരുന്ന്
ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് കാണാറുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങളുടെ അവിടെ ഒരു ക്യാബിൻ പോലും ഇല്ല. കാരണം ആരും എൻ്റെ മണ്ണിൽ കയറേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്രെയിൻ ഓപ്പറേറ്റർമാർ ഇവിടെ കൺട്രോൾ റൂമിൽ ഇരുന്ന് തന്നെയാണ് ഇത് മൊത്തം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കണ്ടെയ്നറാണ് എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്, അത് എവിടെ നിന്നാണ് എടുക്കേണ്ടത്, തിരിച്ച് എങ്ങോട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ അനായാസേന നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെല്ലാം ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ. ഹലോ, ഹായ്. ഹലോ, ഹായ്. ഹായ്, ഹലോ, ഹലോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഓക്കെ, ഓക്കെ. നിങ്ങളല്ലേ വാങ്ങണ്ടേ? Okay. Best wishes for your journey. Yeah, thank you, thank you, thank And you. we are glad to host you here. Yeah, thank you, thank you. Thank you. We are very happy to see all this. Actually, we have covered a lot about this Vinyam project, but we didn't focus on some more details. Now only we got some details from the MD. Okay, that is nice. So you're always welcome. Yeah. We have a feeling that after finishing the whole project, the total face of Trivandrum will be changed. Yes. Exactly. Not only Trivandrum, all Kerala, all India, because it is a natural port, better than Kolachal or any other port in India. Okay, very, very nice moment. Thanks a lot for your magnanimity and your hospitality. Okay, thank you, thank you. Thank you, Divya. അപ്പൊ ഇതാണ് SKN വിഴിഞ്ഞം വിജയഗാഥ. ഇതാണ് വിഴിഞ്ഞം വിജയഗാഥ. അതെ, ശരി, ശരിയാണ്. ഓക്കെ, നമ്മുടെ MD പോലും ഇതിനകത്ത് ലക്കിയ. അതെ, അതെ. കാര്യം പത്തനംതിട്ട പോലെ ഒരു സ്ഥലത്ത് ഒക്കെ ജോലി ചെയ്ത് വന്നു കഴിഞ്ഞ് ഇതിൽ ഇത്രയും വലിയൊരു പദ്ധതിയുടെ ഭാഗമായി